ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ദശകം 12 വരാഹാവതാരം. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിൽ, അതായത് 13, 17, 18, 19 എന്നീ അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട വരാഹാവതാര കഥ 12, 13 ദശകങ്ങളിൽ കൂടിയാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ വർണ്ണിക്കുന്നത്. ഈ ദശകം വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 11-ാമത്തെ ദശകത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി എന്ന് പറഞ്ഞു. അങ്ങനെയിരിക്കെ പ്രജകൾക്ക് നേരിട്ട ദുഃഖം കൊണ്ട് സ്വയംഭുവ മനു ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നതാണ് 12-ാമത്തെ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ഹരേ നാരായണ. സ്വയംഭൂ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹേമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ. സ്വയംഭുവ മനു, നമുക്കെല്ലാം അറിയാം, ഒരുപാട് മനുക്കളുണ്ട്. അതിൽ ഒരു മനുവാണ് സ്വയംഭുവ മനു. അധോ ജനസർഗശീല. അധോ, അധ എന്ന് പറഞ്ഞാൽ അനന്തരം, പിന്നീട്. ജനസർഗശീല, പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന. ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം. ദൃഷ്ട്വാ, കണ്ടിട്ട്. എന്താ കണ്ടത്? മഹീം, ഭൂമിയെ, അസമയേ, അനവസരത്തിൽ അല്ലെങ്കിൽ അസമയത്ത്, സലിലേ, വെള്ളത്തിൽ, നിമഗ്നാം, മുക്കി അല്ലെങ്കിൽ ഭൂമി മുങ്ങിയതായി കണ്ടിട്ട്. സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം. സ്രഷ്ടാരം ശരണം ആപ, ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഭവദംഘ്രിസേവ, അങ്ങയുടെ പാദപൂജ ചെയ്ത്. തുഷ്ടാശയം, മനസ്സന്തോഷത്തോടെ ഇരിക്കുന്ന. മുനിജനൈ സഹ സത്യലോകേ. മുനിജനൈ സഹ, മറ്റ് മുനിജനങ്ങളോട് കൂടി. സത്യലോകേ, സത്യലോകത്തിൽ വാണരുളുന്ന. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ബ്രഹ്മപുത്രനായ സ്വയംഭുവ മനു പ്രജാഭിവൃദ്ധിക്കു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കെ അകാലത്തിൽ തന്നെ ജലനിമഗ്നയായ ഭൂമിയെ കാണുകയാൽ മറ്റു മഹർഷിമാരോടൊത്ത് സത്യലോകത്തെത്തുകയും അങ്ങയുടെ പാദപൂജ ചെയ്ത് മനസ്സന്തോഷത്തോടെ ഇരിക്കുന്ന സൃഷ്ടികർത്താവിനെ, അതായത് ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുകയും ചെയ്തു. പ്രജാസൃഷ്ടി നടത്തുന്നതിനു വേണ്ടി ബ്രഹ്മദേവൻ ചെയ്ത കഥകളെല്ലാം ഇതിനു മുമ്പുള്ള ദശകങ്ങളിൽ പറഞ്ഞിരുന്നു. താൻ സൃഷ്ടിച്ചവർക്ക് ആശ്രയമില്ല എന്നു വന്നാൽ ആർക്കായാലും ദുഃഖം തോന്നില്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഭവദംഘ്രിസേവാ തുഷ്ടാശയം. സന്തുഷ്ടനായ പ്രഭുവിനെയാണല്ലോ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. അത്രമാത്രമല്ല, ഭഗവത് അനുഗ്രഹം കൊണ്ട് പ്രജാരക്ഷണത്തിനൊരു മാർഗം കണ്ടെത്താൻ ബ്രഹ്മാവിനു കഴിയുമെന്നും ഇവിടെ ഒരു ധ്വനിയുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ സ്വയംഭുവ മനു സങ്കടം ഉണർത്തിക്കുന്നതാണ്. അത് നാളെ പറയാം. ഹരേ കൃഷ്ണ.